എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ മകൻ അഥവാ മകൾ എന്ന പദവി ഈ ലോകത്തിലൊരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവിയാണ്. എത്ര പേർ ആ രീതിയിൽ അത് ആഗ്രഹിക്കുന്നു, അത് ലഭിക്കണമെന്ന ചിന്തയോടെ ജീവിക്കുന്നു എന്നത് വളരെ സംശയമുള്ള വിഷയവുമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് രാവിലെയും വൈകിട്ടും പലതവണ നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ സംബോധന ചെയ്ത് വിളിക്കാറുണ്ടെങ്കിലും നമ്മൾ ആ പിതാവിൻ്റെ മക്കളാണെന്നുള്ള ശരിയായ ബോധം നമ്മിൽ ഉണ്ടാകുന്നുണ്ടോ എന്നത് നാം ചിന്തിക്കണം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും നമുക്ക് ആ ബോധ്യം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. പരിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്ന്. ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള പരമപ്രധാനമായ യോഗ്യത പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം അഥവാ നടത്തപ്പെടണം എന്നതാണ്. ഓരോ നിമിഷമുള്ള നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനും നിർദ്ദേശത്തിനും വിധേയമായിരിക്കണമെന്ന് ചുരുക്കം. നമ്മുടെ ജീവിതയാത്രയുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ പരിശുദ്ധാത്മാവായിരിക്കണം. സാത്താനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് സാരം. ആത്മാവ് നമ്മെ നയിക്കുമ്പോൾ അവൻ ചില ബോധ്യങ്ങൾ നമുക്ക് നൽകും. ആ ബോധ്യങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് നമ്മെ ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും. ഒന്നാമത്, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ബോധ്യമാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകുമ്പോൾ നാം ചെയ്തു കൂട്ടുന്ന അനവധിയായ പാപത്തിൻ്റെ ചുഴിയിൽ നിന്ന് അകപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് പാപത്തിൻ്റെ ബോധമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും വിശുദ്ധിയിലേക്ക് വളരുവാനും അത് സഹായിക്കുന്നു. വിശുദ്ധി ദൈവസ്വഭാവത്തിൻ്റെ പരമമായ ഭാവമാണല്ലോ. ആകയാൽ വിശുദ്ധ ജീവിതം നമ്മെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തുന്നു. രണ്ടാമത്, പരിശുദ്ധാത്മാവ് നമുക്ക് നീതിയെക്കുറിച്ചുള്ള ബോധ്യമാണ് നൽകുന്നത്. അനീതി നിറഞ്ഞ ലോകത്തിൽ നീതിയുള്ളവരായിരിക്കുക ദൈവമക്കളുടെ സ്വഭാവമായിരിക്കണം. എല്ലാവർക്കുമുള്ള അവസരങ്ങളും അവകാശങ്ങളും ഈ ലോകത്തിൽ തുല്യമായിരിക്കണം. അത് നിഷേധിക്കപ്പെടുകയോ കവർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുവാൻ അനുവദിക്കാതെ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിൽ ദൈവമക്കൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. നീതി നിഷേധം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിലനിൽക്കുന്ന ക്രൂരമായ കടന്നാക്രമണ ത്വര അനേക നിരപരാധികളായ മനുഷ്യരുടെ ജീവിക്കുവാനുള്ള അവകാശവും അവസരവും ദയനീയമായി നിഷേധിക്കപ്പെടുകയും അവർ ഭൂമുഖത്തു നിന്ന് തന്നെ എന്നേക്കുമായി തുടച്ച് മാറ്റപ്പെടുകയും ചെയ്യുന്ന കാഴ്ച എത്രയോ അപലപനീയവും ദയനീയവുമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ലോകം ഗാസയെ ഓർത്ത് കരയുന്നു എന്നായിരുന്നല്ലോ. ഒരു ഭൂപ്രദേശത്തെ ഭീകരമായി തുടച്ചു മാറ്റുന്നത് കണ്ടിട്ടും ലോകത്തിൽ ആർക്കും അതിനെതിരെ പ്രതികരിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥ എത്രയോ ഭീകരമാണ്. ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് അഭിമാനത്തോടെ മേനി പറയുന്നവർ ദൈവമക്കൾക്ക് ഒരിക്കലും ചേരാത്ത പ്രവൃത്തി തുടരുന്നു എന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ ദുരവസ്ഥയാണ്. ഇത് നമ്മുടെയൊക്കെ ചെറിയ ലോകത്തിലെ അനുദിന ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു സാഹചര്യങ്ങളിലും നിഴലിച്ച് കാണുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. ദൈവമക്കൾ എപ്പോഴും നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുന്നവരായിരിക്കണം. മൂന്നാമതായി, പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യം ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ്. റോമാലേഖനം 14:12 പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ആകയാൽ നാം ഓരോരുത്തർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നാം എന്ന ബോധ്യമാണ് നമ്മെ നീതിയിലും വിശുദ്ധിയിലും എല്ലാ സൽഗുണ സമ്പന്നതയിലും നിലനിർത്തുന്നത്. പോകുന്നേൻ നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ എന്നാണല്ലോ ശവസംസ്കാര ശുശ്രൂഷയിൽ ഓരോ വ്യക്തിയും ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ രഹസ്യവും പരസ്യവുമായതും
ചെറുതും വലുതുമായതുമായ എല്ലാ പ്രവൃത്തിക്കും നാം കണക്ക് പറയേണ്ടവരാണ് എന്ന ബോധ്യം സകല തിന്മയിൽ നിന്നും നമ്മുടെ കാൽ പിൻവലിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഇപ്രകാരം ദൈവാത്മാവിനാൽ നടത്തപ്പെട്ട് നാം ദൈവമക്കളായി തീരുമ്പോൾ നമ്മിൽ ദൈവമക്കളുടെ ചില സ്വഭാവങ്ങൾ വെളിപ്പെട്ട് വരും. ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-6 അധ്യായങ്ങൾ നാം അത് വായിക്കുന്നുണ്ട്. 1, ദൈവമക്കൾ സമാധാനം നടത്തുന്നവരാണ്. 2, ദൈവമക്കൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. 3, ദൈവമക്കൾ ആവശ്യക്കാരെ രഹസ്യത്തിൽ സഹായിക്കുന്നവരാണ്. 4, ദൈവമക്കൾ രഹസ്യത്തിൽ പിതാവുമായി നിരന്തരം സംസർഗം ചെയ്യുന്നവരാണ്. ഈ രീതിയിൽ നാം ദൈവമക്കളുടെ സ്വഭാവമുള്ളവരായി രൂപാന്തരപ്പെടുമ്പോൾ നമ്മിലും നാം വസിക്കുന്ന കുടുംബങ്ങളിലും ഇടവകളിലും സമൂഹത്തിലും എത്ര വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ആ മാറ്റത്തിൻ്റെ സൗന്ദര്യവും സന്തോഷവും ആസ്വദിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.